ഗുഡ് മോർണിംഗ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു ഗൈസ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ബ്ലോഗൊന്നും ഇല്ലാണ്ടിരുന്നത്. ഇന്നു മുതൽ എല്ലാ തരത്തിലുള്ള ബ്ലോഗുകളും വരുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നലെ സ്ഥലം ഇതാണ് നമ്മുടെ സനന്തിന്റെ ബായി. വീട്ടിലാണ് ഇന്നലെ കിടന്ന് ഉറങ്ങിയതൊക്കെ. ऐसा नहीं है, हाथ धोना है. Okay. तेरा ना Ladakh, this is not like Kashmir, this is in Nepal, so just show me the beauty of Nepal. അങ്ങനെ ഞങ്ങളെ കാഠ്മണ്ഡുവിലെ യാത്രയിലെ ഏതൊരു ബ്രിഡ്ജിലാണുള്ളത്. ബ്രിഡ്ജിന്റെ പേര് പിറകെ ഒന്നായി പണിയൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ അടുത്ത സൈഡിലുള്ള പണി എന്താണ് റഫി? പെച്ച് ടയർ പെച്ചായിരിക്കാണ്. അതും എങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട് ഏതൊരു മറ്റേ കാഠ്മണ്ഡുവിലേക്ക് പോകേണ്ട റോഡിന്റെ നടുവിലിങ്ങനെ നിൽക്കുകയാണ്, വട്ടത്തിൽ മൂച്ചിരിക്കുകയാണ്. നമ്മൾ നേപ്പാളിന് പെട്രോൾ അടിച്ചിരിക്കുകയാണ്. എത്ര കഴിച്ച 1743 ഫുൾ ടാങ്കായാ? ഇനിയിപ്പോൾ എത്ര പൈസ എന്നുള്ള കാര്യത്തിലാണ് ഒരു തീരുമാനമാവേണ്ടത്. ഇതാണ് ഇന്ന് നമ്മൾ സ്റ്റേ അടിക്കാൻ പോകുന്ന റൂമിൻ്റെ ലൊക്കേഷൻ. താഴെ വണ്ടിയുണ്ട്, സേഫാണ്. പക്ഷെ ഇവിടെ ഒട്ടും സേഫ് അല്ലാത്തൊരു സ്ഥലമാണ്. പിന്നെ നമ്മുടെ റൂം കാണിച്ചു തരാം. അടിപൊളി റൂമെന്ന് വെച്ചാൽ അടിപൊളി റൂം. വാഷ്റൂം ആണെങ്കിൽ കൂടെ
ഒരു അടിപൊളി ടോയ്ലറ്റ്, വാഷ്റൂം. ശരിക്കും പറഞ്ഞാൽ നേപ്പാൾ പൈസ 1000 രൂപ, ഇന്ത്യൻ പൈസ 625 രൂപയ്ക്കാണ് ഇതാണ്. ഈ ബെഡ് 2 ബെഡ് ഇത്രയും വലിയ റൂം കിട്ടിയിട്ടുണ്ട്. വെറും എത്ര? ഇന്ത്യൻ പൈസ 625 രൂപ, നേപ്പാൾ പൈസ 1000. നേപ്പാൾ പൈസ വെറും 1000 രൂപ കിട്ടിയ റൂമാണ് ഗൈസ്. ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഇന്നത്തെ ട്രിപ്പിനെ പറ്റി പറയാം, യാത്രയെ പറ്റി. ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം ഉമ്പലും കഞ്ഞിയുമായി അതേപോലെ തന്നെ പോയി ഗൈസ്. രാവിലെ അവിടെ നിന്ന് ഇറങ്ങുന്നു, വരുന്നു, ഒന്നും പറയണ്ട, ബൈക്കിൽ വെച്ചിട്ട് ടയർ പഞ്ചറാവുന്നു. നല്ല അസൽ ചാമ്പും കിട്ടി. എത്ര പൈസ? 800 രൂപ, നേപ്പാൾ രൂപ 800 രൂപ. അവിടെ പോയി മുകളിലോട്ട് വരുമ്പോൾ ചായൻ്റെ ടേസ്റ്റ് കൂടുന്നതിനോട്ട് പൈസേൻ്റെ വിലയും കൂടും. ഒരു ഡിസ്കൗണ്ടും ഇല്ല, ഒരു കോംപ്രമൈസും ഇല്ല. ഒരു രക്ഷയില്ല. ഞാനോട് പറഞ്ഞത് ഇതിൻ്റെ മുകളിലോട്ട് പോയി 1000 രൂപ എന്നാണ്. 1000 മറ്റേ കരഞ്ഞ് കാലം പിടിച്ചിട്ട് വന്നേക്കുന്നത് 200 രൂപ കുറച്ച് തന്നത്. ഉമ്പിക്കൽ തന്നെ ഗൈസ്, പക്കാ ഉമ്പിക്കല്, ഒന്നും പറയാനില്ല. അറിഞ്ഞൂടാത്ത ആൾക്കാർ വന്ന ഇത് തന്നെ അവസ്ഥ. അപ്പോ നമ്മുടെ വ്ളോഗ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വരും. ഇത്രയും ദിവസം ഇല്ലാണ്ട് എന്തായാലും ചെറിയ പനിയും കാരണം കൊണ്ട് നമ്മളധികം പുറത്തൊന്നും പോയിട്ടില്ല. പിന്നെ നെറ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് റീസൺ ഉണ്ട്. അതൊക്കെ കൊണ്ട് ഇനി ഇങ്ങോട്ട് എന്തായാലും വലിയ ദീർഘമായിട്ടൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ വ്ളോഗ് എന്തായാലും ആൾ ഇറക്കിയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് വരും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ ദിവസം ഞങ്ങളെ ഈ റൂമിലൂടെ അവസാനിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.